ഒരു ഒരാവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലാത്തൊരു കാര്യമായിട്ടാണ് ഇപ്പോൾ ലോകം അംഗീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. വിശേഷിച്ചും ട്രംപ് ഒരു ഇറാഷണലാണ് പല കാര്യങ്ങളിലും. നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച ആഗോള വ്യാപാര യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കും? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുന്നത് ഇന്ത്യയുടെ മുൻ അംബാസഡറും അതുകൂടാതെ നയതന്ത്ര വിദഗ്ധൻ കൂടിയായ TP ശ്രീനിവാസൻ സാറാണ്. സാർ, ഈ ട്രംപ് തുടങ്ങി വെച്ച ഈ വ്യാപാര യുദ്ധം സത്യത്തിൽ എവിടെ എത്തി നിൽക്കും? ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? വ്യാപാര യുദ്ധങ്ങൾ പണ്ടും നടന്നിട്ടുണ്ട്. വിശേഷിച്ചും സൗഹൃദമുള്ള രാജ്യങ്ങൾ തമ്മിലാണ് കൂടുതൽ സംഭവിക്കാറുള്ളത്. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത്. ചിക്കൻ വാർ എന്ന് പറഞ്ഞ് യൂറോപ്പും അമേരിക്കയായിട്ടുണ്ടായിരുന്നു. പിന്നെ ബനാന വാർ എന്ന് പറഞ്ഞ് ലാറ്റിൻ അമേരിക്കയായിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രംപിൻ്റെ കാലത്ത് തന്നെ ഒരു ചൈന ട്രേഡ് വാർ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഒരു ട്രേഡ് വാറും ആരെയും സഹായിച്ചിട്ടില്ല എന്നാണ് ചരിത്രം. അത് ഇമ്പോസ് ചെയ്യുന്നവരെയും സഫർ ചെയ്യുന്നവരെയും ഒന്നും അതൊക്കെ ഒരാവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലാത്തൊരു കാര്യമായിട്ടാണ് ഇപ്പോൾ ലോകം അംഗീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ എല്ലാ രാജ്യങ്ങളെയും കവർ ചെയ്യുന്ന ഒരു പുതിയ ടാരിഫ് സിസ്റ്റം തന്നെ ഉണ്ടാക്കാനുള്ള ഈ ശ്രമത്തെ എല്ലാവരും അപലപിക്കുന്നത്. കാരണം അതിന് പകരം ഈ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുണ്ടാക്കിയത്. അറിയാമല്ലോ, WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതൊരു വലിയ റെവല്യൂഷണറി ചേഞ്ചായിരുന്നു ആ കാലഘട്ടത്തിൽ. അതിൻ്റെ ഇതിലാണ് അതിനോട് ചേർന്ന് അതിൻ്റെ അനുസരിച്ച് പ്രവർത്തിച്ചിട്ടാണ് നമ്മളൊരു ബാലൻസ് ട്രേഡ് ലോകത്തുണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് പലതരത്തിലുള്ള നെഗോസിയേഷൻസ് പ്രശ്നങ്ങൾ വരും. അതുപോലെ ഡിസ്പ്യൂട്ട് മെക്കാനിസം ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും WTO പോയി പരാതി കൊടുക്കാം. അപ്പം മറ്റൊരു രാജ്യം നെഗോഷിയേറ്റ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ളൊരു അത് പക്ഷേ അമേരിക്കൻസ് തന്നെ ആക്കി തുടങ്ങിയിരുന്നു ഒരു 4-5 വർഷം മുമ്പ്. അപ്പം WTOയിൽ ഡിസ്പ്യൂട്ട് റിസോൾവിങ് മെക്കാനിസം ഇപ്പോൾ എഫക്റ്റീവ് അല്ല. ഇപ്പോഴും WTO ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് ലെസ് ഇഫക്റ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൊണ്ട് ഒന്നുകിൽ WTO വീക്കൻ ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് WTO വീക്കായി എന്ന് പറയാം. എന്തായാലും WTO ഈസ് നോ മോർ ഇഫക്റ്റീവ്. അപ്പം നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന പോലെ തന്നെ ഒരു ഗ്ലോബൽ ഓർഡർ നശിച്ചു പോവുകയും പുതിയതില്ലാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതാണല്ലോ പൊളിറ്റിക്സിലുള്ളത്. അപ്പോൾ അത് തന്നെയാണ് നമ്മളിപ്പം എക്കണോമിക് ലൈഫിലും ഫൈനാൻഷ്യൽ ലൈഫിലും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് എവിടേക്ക് പോകുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. വിശേഷിച്ചും ട്രംപ് ഒരു ഇറാഷണലാണ് പല കാര്യങ്ങളിലും. പക്ഷേ വെറും ഭ്രാന്തനല്ല അദ്ദേഹത്തിന് ചില കാൽക്കുലേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ അത് വളരെ ശക്തിയായിട്ട് തിരിച്ചടിക്കുന്ന സ്വഭാവമുണ്ട്. ഇപ്പം റഷ്യയോട് തന്നെ സഹകരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ റഷ്യ അത് മാറ്റിവെച്ചതോടുകൂടി അദ്ദേഹം റഷ്യയോട് ഇനി ഒരു ടഫ് പൊസിഷൻ എടുക്കും ആണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളായതുകൊണ്ട് ഈ റെസിപ്രോക്കൽ ടാരിഫ് എന്നുള്ളത് ഒരു ഓൾട്ടർനേറ്റീവ് ടു WTO ആയിട്ടാണ് പുള്ളി കാണുന്നത്. അത് അദ്ദേഹം തന്നെ കാൽക്കുലേഷൻസ് നടത്തുകയാണ്. എത്ര പേർക്ക് ഡെഫിസിറ്റ് ഉണ്ട് അമേരിക്കൻ ട്രേഡിൽ, അതിനെ ഡിവൈഡഡ് ബൈ ഇമ്പോർട്ട്സ് എന്നൊക്കെ പറഞ്ഞൊരു ഫോമുല ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ സ്വന്തം ഫോമുലയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളെയും കാറ്റഗറൈസ് ചെയ്യുക. രാജ്യങ്ങളല്ലാതെ പെൻഗ്വിൻസ് മാത്രമുള്ള 1-2 ഐലൻഡിനെയും അദ്ദേഹം ട്രേഡ് ടാരിഫ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ഐലൻഡിൽ മനുഷ്യരില്ലാത്ത. അപ്പോൾ ഒരു മാപ്പ് എടുത്ത് വെച്ച് അങ്ങനെ ആരോ ഇതായിട്ട് ചെയ്ത പോലെയാണ് തോന്നുന്നത്. പക്ഷേ അതിൽ കാണാനുള്ള ഒരു കാര്യം, ഇതിലൊരു കാൽക്കുലേഷനിലൊരു എമൗണ്ട് ഓഫ് ഫെയർനെസ് ഓഫ് ഹിസ് ഓൺ ഉണ്ട്. ആരാണ് ഏറ്റവും കൂടുതൽ ഡെഫിസിറ്റ് ഉള്ളത് അമേരിക്കയോട്, അവരെയാണ് ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചൈന ഒരു പ്രധാനപ്പെട്ട. കാരണം ചൈന എക്സ്പോർട്സ് മോർ ദാൻ ഇറ്റ് ഇമ്പോർട്ട്സ് ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതുപോലെ ചൈന എക്സ്പോർട്ട്സ് മോർ ടു ഇന്ത്യ ദാൻ വി എക്സ്പോർട്ട് ടു ചൈന. അപ്പോൾ അതൊക്കെ ബാലൻസ് ചെയ്ത് പോകാനുള്ളതാണ് ശ്രമം എല്ലാവരും ചെയ്യുന്നത്. നമുക്ക് ഏകദേശം 80 മില്യണോളം ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് ചൈനയുമായിട്ട്. അമേരിക്കയുടെ ആണെങ്കിൽ മില്യൺസ് ആൻഡ് ബില്യൺസ് ആണ് അത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് റാഷണലൈസ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് അവരുടെ ഇൻകം വർദ്ധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്.
പക്ഷേ അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഇൻകം എങ്ങനെയാണ് വർദ്ധിക്കുക? ഇവരുടെ കയ്യിൽ നിന്ന് ഈ പണം വാങ്ങാം, ശരിയാണ്. പക്ഷേ അതിന് കൊടുക്കുന്നത് അമേരിക്കക്കാരല്ലേ കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാവില്ലേ? ഇപ്പോൾ ഒരു $3000 കാർ, ഒരു ചൈനീസ് കാർ അമേരിക്കയിൽ പോകുമ്പോൾ അതിന് 100% വെച്ചാൽ അത് $6000 മാറും. അപ്പോൾ ആ 3000 കൊടുക്കുന്നത് അവരുടെ ആളുകളല്ലേ, അത് ചൈനയിൽ നിന്ന് വരുന്ന ആളല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ട് കൂടുതലും ജനങ്ങൾക്ക് പ്രയോജനപ്രദമാവില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിചാരം. അപ്പോൾ പക്ഷേ ലോകത്തിനെ ഒരു കൺട്രോളിൽ കൊണ്ടുവരിക, അവരുടെ എക്സ്പോർട്ട് കൂട്ടുക, ഇമ്പോർട്ട് കുറയ്ക്കുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലെ താഴ്ച ഇത് ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം 90 days ഡിലേ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ 90 days ആയാലും കൊള്ളാൻ 2 years ആയാൽ പോലും ഇതിൻ്റെ ഇമ്പാക്റ്റ് നെഗറ്റീവായിരിക്കും അമേരിക്കയിൽ നിന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് പിന്മാറേണ്ടി വരും ഒരുപക്ഷെ എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ ആ മൂഡിലല്ല അദ്ദേഹം. മസ്കിനെ അവർ വെളിയിലാക്കിയിരിക്കുകയാണ് ഈ ഒറ്റ കാരണം കൊണ്ട്. മസ്കാണോ ഇതിൻ്റെ പിന്നിൽ എന്നുള്ള ഒരു സംശയം എന്ന് തോന്നുന്നില്ല. കാരണം മസ്കിനെ അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉള്ളവർ തന്നെ പറയുന്നത് മസ്ക് ഈസ് ഓൺലി എ കാർ അസംബ്ലർ, ഈസ് നോട്ട് എ കാർ മേക്കർ എന്നാണ്. അങ്ങനെ ഈ സ്പെയർ പാർട്സ് എല്ലാം അവിടെ നിന്നാണ് വരുത്തുന്നത് പോലും. ഈവൻ ടെസ്ലയുടെ പോലും വരുന്നത് ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസും അവിടെ നിന്ന്. അതുകൊണ്ടാണ് ഈസ് ഏബിൾ ടു സെൽ ഇറ്റ് അറ്റ് എ ചീപ്പർ പ്രൈസ്. അതേസമയത്ത് ഇലക്ട്രിക് കാർസ് ചൈനയിൽ ഉണ്ടാക്കുന്നതിന് ഇതിനെ കൂടുതൽ എക്സ്പെൻസീവാണ്. അപ്പോൾ ടെസ്ലയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ ഇൻഫ്ലേഷനെ ഇത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് എല്ലാവരും 70 രാജ്യങ്ങളോടും ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ദേ വോണ്ട് ടു കം ആൻഡ് ടോക്ക് ടു മീ. അപ്പോൾ 70 വരെ ഞങ്ങൾ ചെയ്യും. പക്ഷേ 70 വരെ എത്ര വർഷം എടുക്കും? ട്രേഡ് അഗ്രിമെൻറ്റ്സ് വിത്ത് 70 countries വിൽ ടേക്ക് എ ലോങ് ടൈം, അല്ലേ? അപ്പോൾ ആ സമയത്ത് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് തകരുന്നു. ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ റിഫോം ഉണ്ടാക്കേണ്ടി വരും അദ്ദേഹത്തിനെന്നാണ് എനിക്ക് തോന്നുന്നത്. ചൈനയുമായുള്ള ഒരു വ്യാപാര സ്ഥിതിയിൽ നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ട്രംപ്. ഇതിൽ ഈ ഒരു കാരണം മൂലം ചൈനയുമായുള്ള വ്യാപാര ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റത്തിന് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ചൈന അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ടെന്ന് പറയും അവർ ഡൈവേഴ്സ് ചെയ്യാൻ നോക്കും. ഇപ്പം ചൈന പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇന്ത്യയോട് പെട്ടെന്ന് സ്നേഹം തുടങ്ങിയിരിക്കുകയല്ലേ, അവർക്ക് ഇവിടോട്ട് മാർക്കറ്റ് ചെയ്യാം. അപ്പം മാർക്കറ്റ് അമേരിക്കയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യും അവരെല്ലാം. അപ്പോൾ അതിന് പ്രിവെൻറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഒരു ലിറ്റ് എ ഫയർ വിച്ച് യു ഡു നോട്ട് നോ വെയർ ഇറ്റ് വിൽ ഗോ. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് അതിലുള്ളത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 1-2 നല്ല ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഒന്നാമത് ഈ റെസിപ്രോക്കൽ ടാരിഫ്സ് വരുന്നതിന് മുമ്പേ തന്നെ പ്രൈം മിനിസ്റ്റർ വാഷിങ്ടണിൽ പോയിരുന്നല്ലോ. അതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ പോലും അത് വന്നതുകൊണ്ട് അദ്ദേഹം സമയമൊന്നും കളയാതെ ഒരു ട്രേഡ് എഗ്രിമെൻറ്റ് നെഗോഷിയേറ്റ് ചെയ്യണം. നേരത്തെ നെഗോഷിയേഷൻ തുടങ്ങിയിട്ടുള്ളതാണ്. ചെയ്യണമെന്ന് ഈ അനൗൺസ്മെൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ആ ടോക്സ് ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ ആ എഗ്രിമെൻറ്റ് ഇപ്പോൾ ഈ സ്പ്രിങ് ഓട്ടം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അത് ഫൈനലൈസ് ചെയ്യുന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. അതാണ് പീയൂഷ് ഗോയൽ ഇന്ന് പറയുന്നുണ്ടായിരുന്നു. ഇന്ത്യയും ചൈനയും കൂടുതൽ അടുക്കാനുള്ള സാധ്യത. ഇന്ത്യയും അമേരിക്കയും കൂടെ ട്രേഡ് എഗ്രിമെൻറ്റ് നെഗോഷിയേഷൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ട്രേഡ് എഗ്രിമെൻറ്റിൽ ഇപ്പം വരുമ്പോൾ അതിൽ പറയുമല്ലോ എത്ര ടാരിഫ് വരും, ഏതിനാണ് ടാരിഫ് എന്നൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ബ്ലാങ്കറ്റ് ടാരിഫിന് യാതൊരു റിലവൻസും ഇല്ല ഇന്ത്യക്ക്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഇത് അധികം ബാധിക്കുമില്ല എന്നാണ് നമ്മുടെ. പക്ഷേ ആ നെഗോസിയേഷൻ എത്ര വരെ പോകും എന്നത് കൺക്ലൂഡ് ചെയ്യും. അപ്പോൾ ഈ 70 പേര് നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു പെട്ടെന്ന് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരെയും കൂടി നെഗോഷിയേറ്റിംഗ് ടേബിളിൽ കൊണ്ടുവന്നിട്ട് അമേരിക്കയ്ക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ടേംസ് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ ഉദ്ദേശമെന്ന് തോന്നുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും കൂടുതൽ അടുക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? അത്തരത്തിൽ വിശേഷിപ്പിക്കാൻ പറ്റുമോ? അത് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ട്രൂപ്പ് ഡിസെൻഗേജ്മെൻറ്റ് 2 മാസത്തിന് മുമ്പ് അവർ എഗ്രി ചെയ്തതാണ്. എല്ലാ സ്ഥലത്തൊന്നും ഡിസെൻഗേജ്മെൻ്റ് ആയിട്ടില്ല. പക്ഷേ പലയിടത്തും ഡിസെൻഗേജ്മെൻറ്റ് എഗ്രി ചെയ്തിട്ടുണ്ട്. അത് മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് അതുപോലെ അതിർത്തി തർക്കം എത്രയോ വർഷമായിട്ട് ഇല്ലാതിരിക്കുകയായിരുന്നു. അത് തർക്കത്തിനെ പറ്റിയുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു വളരെ പ്രധാനമായിട്ടുള്ളത് പ്രസിഡന്റ് ഷിയുടെ ഒരു മെസ്സേജ് പ്രസിഡന്റ് മുർമുവിന് കിട്ടി ഈ നമ്മുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൻ്റെ ആനിവേഴ്സറിയിൽ. അവരാദ്യമായിട്ടാണ് പറയുന്നത്, സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ഡ്രാഗൺ ആൻഡ് എലിഫൻറ്റ് മസ്റ്റ് ടാങ്കോ
സാധാരണ വർത്തമാനത്തിലൊക്കെ പറയുന്നതാണ്. ഇത് പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. accepting himself as the dragon and India as elephant, saying that we must dance together. അതൊരു പുതിയ ഫ്രേസാണ് ഹൈ സ്റ്റേറ്റ് ലെവലിൽ. അപ്പോൾ എന്തോ മാറ്റങ്ങൾ വരുന്നുണ്ട്. ചൈനീസ് അംബാസിഡറും ഡൽഹിയിൽ ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇന്നോവേറ്റബിൾ, അല്ലാതെ തന്നെ ഇന്ത്യ ചൈന റിലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമാണ്. പക്ഷേ ഈ അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ അതൊന്ന് സ്പീഡപ്പ് ചെയ്തേക്കും. നമുക്ക് കുറേ കൂടെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയേക്കും ഇന്ത്യ ചൈന റിലേഷൻസ് എന്ന് തോന്നുന്നു. ഇതിൽ ഇന്ത്യക്കുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് സർട്ടൺ കമ്മോഡിറ്റീസ് വിച്ച് ഗോ ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അത് ഗാർമെൻറ്റ്സ്, ഡിസൈനർ ക്ലോത്ത്സ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അമേരിക്കയിൽ കിട്ടുമല്ലോ. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് തുറന്നു നോക്കിയാലേ അറിയുള്ളൂ. അതുപോലെയാണ് കംബോഡിയയും വിയറ്റ്നാമും. ഈ 2 രാജ്യങ്ങളും ബംഗ്ലാദേശും, ഈ 3 രാജ്യങ്ങളും ഫ്ലഡ് ചെയ്യണം അമേരിക്കൻ മാർക്കറ്റ് ചീപ്പായിട്ട്. അപ്പം നമ്മളുടെ കുറേ കൂടെ സൊഫിസ്റ്റിക്കേറ്റ് ആയതുകൊണ്ട് പക്ഷെ നമുക്ക് മാർക്കറ്റ് ലൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ വിയറ്റ്നാമിനും കംബോഡിയയ്ക്കും ബംഗ്ലാദേശിനും വലിയ, ഞാനിപ്പോൾ ഫിഗർ ഓർക്കുന്നില്ല, നമ്മുടെ 27 ഉള്ളൂ, അവരുടെ അതിലൊക്കെ വളരെ കൂടുതലാണ്, 34, 45, 54 ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെമ്പററി ആയിട്ടെങ്കിലും നമുക്കൊരു ബെനിഫിറ്റ് കിട്ടും. നമ്മുടെ ഗാർമെൻറ്റ് എക്സ്പോർട്സ് ഫ്രം ഇന്ത്യ വിൽ ഇൻക്രീസ് എന്നുള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.